ഞാൻ ചിരിക്കുന്നൊക്കെ ഉള്ളൂ, പക്ഷെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. അവന്റെ ഒരു അവിടെ ഇരിക്കുന്നവൻ കണ്ടോ, ആ ജട പിടിച്ച മുടിയുള്ളവൻ, അവനാണ് മാർലി. അവന്റെ ശരിക്കും പേര് വിഷ്ണു എന്നാ. ഇന്നലെ പറഞ്ഞ ടീംസിൽ പെട്ടവരാ ഇവരൊക്കെ. അങ്ങനെ പോയാലാ. ഇവളെന്റെ ഫ്രണ്ടാ. അടിപൊളി. ഇവളിന് തൊട്ട് ഈ ക്യാമ്പസിലുണ്ടാവും. എന്നാലും എന്റെ വിട്ടോ, ഞങ്ങേ ഇവളൊന്ന് പരിചയപ്പെടട്ടെ. ആ നിങ്ങൾ പരിചയപ്പെട്ടോ. അതിനിപ്പോ ഞാനിവിടെ നിന്നാൽ എന്താ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. എന്താ നിന്റെ പേര്? ജന്ന. ഒരു ജിന്നാണെന്ന് കണ്ടപ്പോഴേ തോന്നി. ജിന്നല്ല, ജന്ന. ജന്നയുടെ വീട് എവിടെയാണ്? മലപ്പുറം. മലപ്പുറോ? അവിടെ നിന്നാണാ നീ ഞങ്ങളുടെ ഈ ക്യാമ്പസിലേക്ക് വന്നേക്കണത്? അപ്പൊ അത്ര ഫേമസ് ആണ് ഞങ്ങളുടെ ക്യാമ്പസ്. അല്ല, ലിന്റെ ചെറുപ്പത്തിൽ എന്റെ നാട്ടിലായിരുന്നു. എന്റെ സ്കൂൾമേറ്റാ, അതുകൊണ്ടാ പിന്നെ ഇങ്ങോട്ട് വന്നേ. ഈ മലപ്പുറം എന്നൊക്കെ പറയുമ്പോ നല്ല ബിരിയാണി വെക്കാനൊക്കെ അറിയാലോ അല്ലേ? എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വരട്ടെ. ജന്നേതാ പാർട്ടി? ലീഗ. എന്റെ വാപ്പച്ച ലീഗ, അപ്പൊ ഞാനും ലീഗ. നന്നായി. ഫ്രണ്ടേ, എന്താ നമ്മൾ ഈ ക്യാമ്പസിലെ ലാസ്റ്റ് ഇയർ ആണ്. ആ ബോധം നിനക്ക് വേണം. പ്രേമത്തിന്റെ വിത്ത് പാകാൻ ഇതുപോലൊരു അവസരം ഇനിയും കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നു മച്ചാനെ, ഈ കോളേജിൽ എത്രയോ കളേഴ്സ് ഉണ്ട്. നീ ഏതെങ്കിലും സെറ്റ് നിന്നെ പോലെയാണ് ഞാൻ. ഈ ലവിന്റെ ഓർമ്മകൾ മാത്രം മതി. ജീവിതകാലം സായുജ്യം. ഈ പെണ്ണുങ്ങളെ ശാപം കിട്ടിയാണല്ലോ. ഓ പിന്നെ എന്ത് ശാപം. എടാ, നമുക്ക് ഈ ലവും അടുത്ത് കഴിഞ്ഞാലേ അപ്പൊ തന്നെ അവർ ഒഴിവാക്കരുത്. പെട്ടെന്ന് പിടിച്ച് ഫ്രണ്ട് ആക്കിയേക്കണം. ഓക്കെ? ആണല്ലോ, സമ്മതിച്ചല്ലോ. എടാ, പക്ഷെ നിന്റെ ഈ നല്ല സർട്ടിഫിക്കറ്റ് നടന്നോണ്ടല്ലോ, അവസാനം ഊസ്മാനായിരിക്കും നീ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് എന്റെ പെണ്ണിനെ കുറിച്ചേ കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഓഹോ, അതെനിക്ക് അറിയാവേ. കാണാ ക്യൂട്ടായിരിക്കണം, നിന്റെ അമ്മയെ പോലെ ഇരിക്കണം, എടുത്തോണ്ട് നടക്കണം, അതൊക്കെ അല്ലേ? ഒന്നും മറന്നിട്ടില്ല നീ. നടക്ക്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അംഗനവാടിയിലോ LKG പോട്ടെ എടുത്തോണ്ട് നടക്കാൻ പറ്റും. കളിയാക്കൊന്നും വേണ്ട. അങ്ങനെ ഒരുത്തി എന്തെങ്കിലും എന്റെ കൺമുന്നിൽ വരും. വരും 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 വരും. നിനക്ക് ആയുസ് പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പോടാ. മിക്കവാറും വല്ല ഓഡീഷൻ നടത്തേണ്ടി വരും. അടുത്തോളെ പോയി വളക്കി. ചെല്ല് ചെല്ല്, ഞാൻ ക്യാൻറ്റീൻ്റെ അവിടെ ഉണ്ടാവും. ഹായ് ശ്രുതി. ശ്രുതി, ഇവിടെ വെച്ചൊന്നിനും പറ്റില്ല. പാറ, നിനക്ക് വരാൻ പറ്റുമോ? അയ്യോ, എനിക്ക് പേടിയാ. പേടിയോ? മാങ്ങാത്തൊലി. അമ്പലത്തിലേക്കാന്ന് പറഞ്ഞാ പോരെ? അവിടെ ആകുമ്പോ ആരും സംശയിക്കത്തില്ലല്ലോ. ഞാൻ രാത്രി വിളിക്കുമ്പോ പറയാം, പോരെ? മതി, അത് മതി. രമ്യ, പോട്ടെ പോട്ടെ, കൊറച്ച് വലുത് വരക്ക് ചെന്നെ. ഞങ്ങക്കേ ചക്കിടാളെ നടത്തി കേറി. അപ്പൊ ചെന്നൊരു ആർട്ടിസ്റ്റ് കൂടിയാണല്ലേ? ഞങ്ങൾ പോട്ടെ മാർലി, എത്ര സമയമായത്? കഷ്ടമുണ്ട് കേട്ടോ. ഇതെന്ത് കഷ്ടപ്പാട്? ഇനി കഷ്ടപ്പെടാൻ കിടക്കല്ലേ മോളെ. പോകാൻ വരട്ടെ. മോളൊരു കാര്യം ചെയ്യേ, മോളെ കോണിയെടുത്ത മരത്തിന് എന്നിട്ട് പോയാ മതി. അതിനിത് നിലത്ത് വരച്ച കോണിയല്ലേ? കോണിയല്ലേ? ഈ പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു മാസാണ്. മാസ്. നിങ്ങളുടെ കോണി കൊണ്ട് എന്ത് പ്രയോജനം? മരത്തിൽ കയറാം, തെങ്ങി കയറാം, മാങ്ങ പറിക്കുക, തേങ്ങ പറിക്കുക. അതിനൊക്കെ ഞങ്ങളുടെ പാർട്ടി. അരിവാൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരു മാസാണ്. പോരാത്തൊരു ചുറ്റിക നക്ഷത്രം, കൊല്ല മാസ്. സഖാവ് എന്ന് പറയുന്നതിന് ഒരു അഭിമാനമാണ്. ഇതേതാ പുതിയൊരു വിസില്? ക്യൂട്ടാണല്ലോ. അവന്റെ അമ്മേനെ പോലെ തന്നെ ഉണ്ട്. എടുത്തോണ്ട് നടക്കാം. ആദി, നിന്റെ പെണ്ണ് വന്നടാ. പെണ്ണാ? എന്നാ ചെന്നെ വിട്ടോ. നടക്ക് നടക്ക്. അതല്ലേ കേട്ടത്? അതെപ്പോ അവളിപ്പോ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവന്റെ കുത്തു കിട്ടോ? മെമ്പർഷിപ്പിന്റെ കാര്യം നിന്റെ പെണ്ണ് എന്താ? എടാ, നിന്റെ പെണ്ണ് അവിടെ വന്നിരിക്കുന്നത്. ഏത് പെണ്ണാ? കുട്ടിയാണ് മോനെ. സങ്കല്പം അത് കറക്റ്റാണ്. പക്ഷെ ആള് മുഖത്ത് ആള് മൂത്രം ചാടല്ലടാ. സങ്കല്പം നമുക്കത് മതി.
ചാടാ അത് പോകാൻ പറ. അത് നമുക്ക് മാറ്റിയെടുക്കാം. എത്ര പെണ്ണുങ്ങളെ കണ്ടുള്ളൂ ചട്ടിക്കുട്ടൻ. വാ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് വരാം. വേണ്ട എന്ത് ഫസ്റ്റ് ഡേ അല്ലേ, നാളെ പോവാം. ആ ഫസ്റ്റ് ഡേ ഉണ്ടാ എത്ര പരുന്നുകൾ അവളെ 5:30 കേട്ട് അവിടെ നിൽക്കണം നിനക്കറിയോ? എന്നാലും ഒരെന്നാലും ഇല്ല. നീ വന്നേ. ഇതും കൂടെ പോയി. വാ നമുക്ക് നോക്കാം. അവളെ എവിടാ? അതാണ് ഞാനും ആലോചിക്കുന്നത്. നമുക്ക് ആ വെള്ളച്ചാട്ടം അവിടെ നോക്കാം. വാ മോനെ നടന്നു വരുന്നത് കണ്ട. ഹായ്. ഹായ്. യുവർ സ്വീറ്റ് നെയിം പ്ലീസ്? ജന്ന. ജന്ന. നല്ല പേരല്ലടാ. എന്നെ മനസ്സിലായോ? ജട്ടിയല്ലേ? ആ ഇട്ടിട്ടുണ്ടോ? എന്ത്? അതല്ല എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോന്ന്. പിന്നെ ഒരുപാട്. ഇതാരൊന്ന് മനസ്സിലായോ? സപ്ലിക്കുട്ടനല്ലേ? ഇത് സപ്ലിക്കുട്ടനൊന്നുമല്ല. പിന്നെ ഇതെന്റെ ഫ്രണ്ടാണ് ആദി. ഓ ആദി. കേട്ടിട്ടുണ്ട്. എവിടുന്ന്? എന്താ? ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ടൈമോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതല്ല, ആദ്യ കാര്യത്തിൽ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങള് കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങള് ഒരു പ്രപ്പോസലുമായിട്ട് വന്നാണ്. ഓ ആർക്കാ ഈ പ്രൊപ്പോസല്? അയ്യോ പേടിക്കണ്ട, എനിക്കല്ല, ആദിക്കാ. അതെ, ഞാൻ ഈ ക്യാമ്പസിലേക്കൊന്ന് വന്നിട്ടേ ഉള്ളൂ. ക്ലാസ് റൂം പോലും എത്തിയിട്ടില്ല. അതിനുമുമ്പ് പ്രൊപ്പോസലായിട്ട് വന്നിരിക്കുക. നിങ്ങൾക്ക് നാണയില്ലേ? അയ്യോ, കുട്ടിക്ക് ക്യാമ്പസിനെ പറ്റി അധികം അറിയാത്തത് കൊണ്ടാണ്. ഇവൻ ബികോം ലാസ്റ്റ് ഇയർ ആണ്. ഇവൻ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. പ്യുവർ വിർജിനാ. കണ്ടോ അവന്റെ മൊത്തം നാണം കണ്ട. എന്റെ കൂട്ടുകാരനായോണ്ട് പറയല്ല, നല്ല പയ്യനാ. ഇവൻ ഇത്ര നാളും ഒരാളെ പ്രേമിക്കാതെ കാത്തിരുന്ന എന്തിനാ? കുട്ടിക്ക് വേണ്ടിയാണ്. ജെട്ടി, നീ ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങിയോ? ഇല്ല. ജെന്ന എന്റെ ഫ്രണ്ടാ, ക്ലാസ്മേറ്റാ, പുതിയതായിട്ട് വന്നതാ. നീ നോക്കണ്ട, ജെന്ന മാരീഡാ. കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം. എന്ന് ഞങ്ങൾ ചെല്ലട്ടെ ആദി. എന്തിനിങ്ങനെ നോക്കുന്നത്? കല്യാണം കഴിഞ്ഞു പറഞ്ഞോണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ, വേണ്ടേ തിരുത്തം. വേണ്ട. ആ ജെട്ടി നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞു. എന്തെങ്കിലും അല്ല, പ്രൊപ്പോസല്. എന്നിട്ട്? അല്ലല്ലോ അങ്ങനെ തന്നെ. അവനല്ല, ആ ആദിക്ക് വേണ്ടിട്ടാ. ആദിക്കോ? അത് വെറുതെയാ, ഞാൻ വിശ്വസിക്കത്തില്ല. സത്യം. ഞാൻ എന്തിനാ നോണ പറയണേ? ഇന്നലെ പറഞ്ഞ 9 പേരില്ലേ, അവരെ ഒന്നല്ല പേടിക്കേണ്ടത്, ആദ്യാണെന്ന് എനിക്കിപ്പോ തോന്നണേ. എന്തൊക്കെയാ പറയണത്? ആദ്യം എന്നെ നോക്കുന്ന നീ കണ്ടില്ലല്ലോ. ഓ എന്തായിരുന്നു അവന്റെ ഭാവം. യൂസ്ലെസ്. അവൻ ഇത്രയും നാള് കാത്തിരുന്നത് എന്നെ അത്രേ. അവനങ്ങനെ പറഞ്ഞോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അവനല്ല പറഞ്ഞത്, ആ ജെട്ടിയാ. ആദിക്ക് എന്നെ ഇഷ്ടാ അത്രേ. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി അത് നിന്റെ ലെക്കായിട്ടേ ഞാൻ കാണൂ. ലെക്കോ? നിനക്കെന്താ വട്ടായോ? ജെട്ടി, ജന്നയുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിലേ ഞാൻ ഞങ്ങളെ പുറകെ ശരിയല്ലടാ, അവള് പോട്ടടാ. എടാ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എടാ ഈ ഓടിയ വണ്ടി ഓടാത്ത വണ്ടിയും കണ്ട എനിക്ക് തിരിച്ചറിയാം. അവളെ കല്യാണം കഴിഞ്ഞ ആരാ പറഞ്ഞു? ലിൻഡ അല്ലേ? അവൾ എന്തിനാണ് എന്നോട് കള്ളം പറയണേ? ഞാൻ മഞ്ചേരി പലതവണ വന്നിട്ടുണ്ട്. എനിക്കൊരു അമ്മായിണ്ട് അവിടെ. ജന്നയ്ക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ ആയോണ്ടാവും, മുതൽ റെഡി ആയിക്കോളും. അതെ, നമ്മുടെ ചിറ്റൂർ ക്യാമ്പസ് പോലുള്ള വേറൊരു നൈസ് ക്യാമ്പസ് കേരളത്തിലില്ല. എന്നോട് ലിൻഡ പറഞ്ഞിട്ടുണ്ട്. നന്നായി. പ്രമോദേ സാർ, സിഡോൺ. ഈ പട്ടിത്തിട്ടം കഴിയാ മമ്മാവോ? ഇല്ല സാർ. എന്നാ അതാണ് നീ. നിന്റെ ക്ലാസ് ഇതാണോ? അല്ല സാർ. എന്നാ പോ, വിട്ടോ ഇറങ്ങി പോടാ. അവന്റെ ഒരു താടിയും മുടിയും പോ. അപ്പോ ജന്നയ്ക്ക് എങ്ങനെ ക്യാമ്പസ് ഒക്കെ ഇഷ്ടമായോ? വന്നിട്ടല്ലേ ഉള്ളൂ. ഇഷ്ടാവും, പേടിക്കണ്ട. ഞാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അവളുടെ എല്ലാ കാര്യത്തിലും ഒരു വന്ന് പാപ്പിച്ച എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ബിജു മേനോൻ ഇന്ന് നേരത്തെയാണല്ലോ. കൊട്ടടക്കട അത്രേ ഉള്ളൂ. വലിയ കാമദേവനാന്ന് വിചാരം. വെല്ലടിക്കുമ്പോഴേക്കും പോവാം. കോളക്കോഴി പ്രിൻസിപ്പളായി പോയി. യുവമാരൊക്കെ അവിടെ പോയി. പുതിയ കുട്ടിയാണല്ലേ? പഠിച്ചോ? പഠിച്ചിട്ടൊന്നും വലിയ കാര്യമല്ല.
നിന്റെ വരുന്നുണ്ട്, നോക്കടാ നിന്റെ വരുന്നുണ്ട്. അവളെ പുറകെ നടക്കണ്ടെന്ന് പറയാനായിരിക്കും. ആദി, എന്താടി? നിനക്ക് ജനനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? നിനക്ക് വേണ്ടിട്ടാ നീ പ്രപ്പോസ് ചെയ്തെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ ജന മാരീഡാന്ന് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. നീ എന്തു പറഞ്ഞു? അല്ല, അവളുടെ കല്യാണം കഴിഞ്ഞില്ലെന്ന്. അയ്യോ, അപ്പോഴേക്കും നീ അവളെ സ്കാൻ ചെയ്തോ? ആദി, നീ എന്നിവന്റെ കൂട്ടുവിടുന്നോ അന്നേ നീ നന്നാവത്തുള്ളൂ. ഒക്കെ പോട്ടെ. എടി, എന്റെ കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ, നീ ഒന്ന് പറ അവളോട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഒരു ഓർത്തഡോക്സ് ഫാമിലിയാ ജന്നയുടേത്. എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അവൾ എന്താ പറയുന്നേന്ന്. എന്നിട്ട് നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഓക്കെടി. പോട്ടെ. ഫ്രണ്ടേ, ഇനി എന്താ പരിപാടി? ഈ ചിറ്റൂർ കോളേജിൽ എൻ്റെ ഈ ലാസ്റ്റ് ഇയറിൽ ഞാൻ കൽബിൽ കൊണ്ടുനടക്കുന്ന ഒരു പെൺകുട്ടി കോളേജിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കിസ്മത്ത് തന്നെയാണ് മോനെ. ഓളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനെ, ഇക്കായും കുളവും ആരുടെയുമല്ലൻ മകനെ. മലപ്പുറംകാരി എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കുള്ളൂ. ഞാൻ പോയി ഒന്ന് വളച്ചു നോക്കിയിട്ട് വരാം, ചിലപ്പോ വളഞ്ഞാലാ. ആദിയുടെ പെണ്ണാ. ഒന്ന് പോവാടാപ്പാ, ആദ്യക്കൊന്നും വളഞ്ഞിട്ടില്ല. ഞാനിപ്പോ വളച്ച് സെറ്റാക്കാം, നീ ഇവിടെ ഇരിക്ക്. ഹായ്, ഐ എം ഗിരി. കണ്ടാ, അവൾ ഞാൻ വിളിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസ് ഒക്കെ? അത്ര പോരാ. നിക്ക് ചെന്ന, അതെ അതെന്താ നമ്മുടെ ക്യാമ്പസിന് കുഴപ്പം? ഞാൻ പറയണോ? ആ പറയ്. ഇത്രയധികം ഞരമ്പ് രോഗികളുള്ള ഒരു കോളേജ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാ. വന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയധികം ക്യാമ്പസിനെ പറ്റി മനസ്സിലാക്കിയെങ്കിൽ ചെന്ന വേറെ ലെവലാ. ഞാൻ അവനോടെ അവളെന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്. ആ ഗീർവാണത്തിനോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവാൻ തോന്നുന്നില്ല. വാ, നമുക്ക് നോക്കാം. പക്ഷേ ആ കൂട്ടത്തിൽ എന്നെ കാണരുത്. പിന്നെ ഏത് കൂട്ടത്തിൽ കൂട്ടണം? ജനക്ക് എന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണാം. ഷോ, ഇപ്പൊ തന്നെ എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, ഷുവർ. മൈദ കുഴച്ചോലെ പോടാ. ഇവൻ നമുക്ക് പണിയാവുമെന്ന് എനിക്ക് തോന്നണത്. ഈ കോളേജിൽ ഓരോ പെൺകുട്ടി ആദ്യം ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഞാനടക്കം. ലിൻഡാ, എങ്ങോട്ടാ? ഈ വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇവൻ ആഫ്രിക്കൻ കോഴി, മറ്റേ ടീമിൽ പെട്ടതാ. ഇതെന്താ കോഴിക്കടയാണോ? സൈഡിലേക്ക് നോക്കല്ലേ. എന്താ ഇതാ ഇവിടുത്തെ പ്യൂണ്. ഞാൻ പറഞ്ഞില്ലേ നോക്കി ഗർഭമുണ്ടാക്കുന്നു. അതാ ഐറ്റം. എന്തൊരു കഷ്ടല്ലേ. ഏതാടാ പുതിയ വിസില്? ഏത് വിസില്? ആ ലിൻഡയുടെ കൂടെയുള്ള പുതിയ വിസിലേ. അത് വിസിലൊന്നുമല്ല, നമ്മുടെ ആദിയുടെ പെണ്ണാ. ആദിയുടെ പെണ്ണോ? ആ, ഓനും പെണ്ണായോ? ആ, ഇനി എനിക്കും കൂടി ഒരു പെണ്ണ് സെറ്റ് ആക്കണം. അതിന് നിങ്ങൾ മാരീഡല്ലേ? ഹൈ, അതല്ല എന്റെ ഇടങ്ങറ്. ബിരിയാണി ഒരിക്കൽ തിന്നു കഴിഞ്ഞ പിന്നെ അവന് പിന്നെയും തിന്നാനുള്ള പൂതി ഉണ്ടാവും. ഇത് തിന്നാത്ത നിന്നോടൊക്കെ ഞാൻ എന്ത് പറയാനാ? ഞാനും ഇടയ്ക്കൊക്കെ ബിരിയാണി തിന്നാറുണ്ട്. കൊള്ളാലോ കളി. വളരെ നല്ല കോളേജാണ് ഉമ്മി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സ് നിറഞ്ഞു. അതെയോ? ആ, എന്നാ ഉമ്മ കിടന്നോട്ടോ. ആ, ഞാൻ നാളെ രാവിലെ വിളിക്കാം. ആ, അസ്സലാമലൈക്കും. എടി, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു വർഷം എങ്ങനെയാ ഞാൻ ഈ കോളേജിൽ പഠിക്കുക? നീ ആദിയുടെ പ്രപ്പോസലിന് യെസ് പറ. ആദിയുടെ പെണ്ണാന്ന് പറഞ്ഞാ നിന്നെ വേറെ ആരും നോക്കില്ല ക്യാമ്പസില്. അതിനെ ജന്നെ വേറെ ജനിക്കണം. ഓ, പ്രേമം. Da